ഇവോൾവിങ് ആസ് എ വ്ളോഗർ അതിൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പാഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ പാഷൻ ചിലപ്പോൾ വേറെ ആൾക്ക് ഭ്രാന്താവും, നേരെ മറിച്ച് അവരെ പാഷൻ നമുക്കും ചിലപ്പം ഭ്രാന്തായി തോന്നിയിട്ടുണ്ടാവും. ഞാൻ 2020 യാത്രകളൊക്കെ ചെയ്തു തുടങ്ങിയത് കൂടുതൽ. അതിൻ്റെ മുമ്പ് യാത്ര ചെയ്തിരുന്നു, പക്ഷെ അത് ഡോക്യുമെൻറ്റഡ് അല്ലായിരുന്നു, അതിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. 2013 മുതൽ യാത്ര ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഡ്രൈവ് ആയിരുന്നു. അപ്പോൾ അതിൽ നാട്ടിൽ ഞങ്ങളെ കുറച്ച് ഫ്രണ്ട്സ്, ഞങ്ങളുടെ നാട്ടിലെ ഗ്യാങ് ഉണ്ടായിരുന്നു. ആ ഗ്യാങ് ഓൾ ഇന്ത്യ ഡ്രൈവ് ചെയ്ത് പോയി 2 ഇന്നോവയിൽ. അങ്ങനെ അവർ ഡൽഹി വരെ പോയി. ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ അവരുടെ കൂടെ ജോയിൻ ചെയ്യാണ്ടായത്. അതിലൊരു 15 ദിവസം കഷ്ടിച്ച് ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഖത്തറിന്നും UAE നിന്നൊക്കെ അതിൽ ജോയിൻ ചെയ്തു. അപ്പോൾ നല്ല മനോഹരമായ യാത്രയായിരുന്നു. അതിൻ്റെ മുമ്പ് 2012 കണ്ടാണ് നമ്മുടെ ഹൃതിക് റോഷൻ്റെ സിനിമ റിലീസായത്, ജിന്ദഗി നാ മിലാന ദോബാര. അതിലാണ് എനിക്ക് യാത്രയോടുള്ളൊരു പ്രണയം, ഇഷ്ടമൊക്കെ കൂടി വന്നത്. അങ്ങനെ 2016 ഞങ്ങൾ ഒരു യൂറോപ്യൻ ട്രിപ്പിന് പോകുന്നത്, ഞാനും എൻ്റെ ഫ്രണ്ട് ബിബിനും. ആ ഒരു യാത്ര മനോഹരമായ അനുഭവങ്ങളാട്ടോ ഉണ്ടാക്കി തന്നത്. അതിനുശേഷം ഒരുപാട് യാത്ര ചെയ്തു. പക്ഷെ അതൊക്കെ കുറേ അതൊന്നും നമുക്ക് അറിയില്ല. ലൈക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാര്യമാണ്, മറ്റുള്ള ആൾക്കാർക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ ആവുന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അതിനുശേഷം 2020 കൊറോണയ്ക്ക് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് സെർബിയയിലേക്ക് ഒരു യാത്ര പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ആ പാഷനായിട്ടുള്ള യാത്ര നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു. അന്നത്തെ കഥ ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞില്ലേനോ, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മൈൻഡ് ചെയ്യാണ്ട് മുന്നോട്ട് അങ്ങനെ പോയി. ഇപ്പോഴും എവിടെ എത്തിയിട്ടൊന്നുമല്ല കേട്ടോ ഈ പറഞ്ഞ കാര്യം. അത് നിങ്ങളെ പാഷനാണ്. നേരെ മറിച്ച് ഈ പാഷൻ നിങ്ങളെ കൂടെ നിൽക്കണേ നിങ്ങളെ സുഹൃത്തുക്കൾ, നിങ്ങളെ ഫാമിലി, ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുകൊണ്ടാണ് എനിക്ക് യാത്ര പോകാൻ പറ്റിയത്. നേരെ മറിച്ച് അത് മറ്റുള്ള ആൾക്കാർ എനിക്ക് ഭ്രാന്താണ്, ഇവനെന്താണ് യാത്ര ചെയ്ത് ഒരുപാട് പൈസ കളയണമെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അത് എവിടെ എത്താണ്ട് പോകും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാമെന്ന് വെച്ചാൽ, മറ്റുള്ള ആളുകളെ പാഷൻ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ ഭാര്യ ആയിക്കോട്ടെ, നിങ്ങളെ ഭർത്താവ് ആയിക്കോട്ടെ, നിങ്ങളെ സുഹൃത്തുക്കളായിക്കോട്ടെ, നിങ്ങളെ മക്കളായിക്കോട്ടെ, അവരെ പാഷൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെ കൂടെ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർക്ക് ഒരുപാട് ഉയരങ്ങൾ താണ്ടിപ്പോകാനുള്ള ഒരു കാര്യം നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത്. ആ ഭ്രാന്തല്ല എന്ന് വെച്ചിട്ട് അത് അവൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. ഒരു കാലത്ത് അവനെ ഒരു സ്പേസ് ഉണ്ടാവും എന്ന് കരുതിയിട്ട് നിങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യാണ് ശരിക്കും വേണ്ടത്. അതിനൊരു 2-3 കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറഞ്ഞ ഡയലോഗ് എനിക്ക് ഓർമ്മയില്ലേ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് വലിയ വരുമാനമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇത് നിങ്ങളെ മേഖലയായിരിക്കില്ല, പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഒരുപാട് സമയം നിങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കുക, ഇതാണ് നിങ്ങളെ പാഷൻ. പക്ഷേ ഞാൻ പറയല്ലേ, നമുക്ക് ഒരിക്കലും പെട്ടെന്നൊരു ഏണിങ്സ് വരില്ല. പക്ഷേ പാഷൻ ഭാവിയിൽ അതൊരു ഏണിങ്സ് ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പം നല്ല കണ്ടൻറ്റുകൾ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നെഗറ്റിവിറ്റിയാണ് എല്ലായിടത്തും. ഒരു നെഗറ്റീവ് തമ്പനയിൽ, നെഗറ്റീവ് ക്യാപ്ഷൻ, നെഗറ്റീവ് കണ്ടൻറ്റ്, ഇതിന് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. വ്യൂവേഴ്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള കണ്ടൻറ്റ്സ് ഒരുപാട് ആളുകൾ കാണുന്നതും. അതുകൊണ്ട് നല്ല രീതിയിൽ കണ്ടൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആളുകളുടെ ഇടയിൽ ഒരു സ്ഥാനം കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷമം കൂടി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. 980 കാലഘട്ടത്തിലാണ് MTയുടെ ഒരു നോവൽ റിലീസായത്. സന്തോഷ് കുളങ്ങര സാർ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമായിട്ടത് 980 MTയുടെ കാലം എന്ന് പറഞ്ഞ നോവൽ റിലീസാവുന്നത്. ആ സമയത്ത് അതിനുള്ള സർക്കുലേഷൻ്റെ 5-6 മടങ്ങായിരുന്നു അന്നുള്ള മനോരമയും മംഗളും വാരികയൊക്കെ. നേരെ മറിച്ച് ഇന്ന് ഈ 2025 നമ്മൾ കാലത്തെ നമ്മൾ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൃഷ്ടിയുടെ വിജയം തന്നെയല്ലേ. നേരെ മറിച്ച് അന്നുള്ള ആ മാസികളൊക്കെ സ്ഥാനപ്പോൾ ഇവിടെ ചവറ്റുകോട്ടയിലല്ലേ. അതുകൊണ്ട് നിങ്ങൾ പാഷനേറ്റായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ജനങ്ങളായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് തുടരുന്നേ ചെയ്യാം. പെട്ടെന്നൊന്നും നിങ്ങൾക്ക് റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. സമയമെടുക്കും, 4 വർഷം 5 വർഷം എടുക്കും. പക്ഷേ ആ സമയത്തൊക്കെ നിങ്ങളെ പാഷനായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തോടു കൂടി അത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇവോൾവിങ് ആസ് എ വ്ളോഗറിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടോ, അത് നിങ്ങളൊന്ന് കമൻ്റായിട്ട് ഷെയർ ചെയ്യൂ. പിന്നെ ഇനിയും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെയും ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, ഒരു വ്ളോഗറെ മോട്ടിവേഷൻ, ഒരു വ്ളോഗറെ മുന്നോട്ട് പോകാനുള്ള ആർജവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ സബ്സ്ക്രിപ്ഷനും നിങ്ങളെ എഫക്റ്റീവായിട്ടുള്ള കമൻസും നിങ്ങൾ എഫക്റ്റീവായിട്ട് ആ കണ്ടൻറ്റിൽ നിങ്ങളെ ഇടപെടലുമാണ് ഒരാളെ മുന്നോട്ട് നയിക്കുന്നത്. അത് ആ ഒരു സപ്പോർട്ട് നിങ്ങൾ എനിക്ക് തരിക. ബാക്കിയുള്ള നല്ല ഇതിൻ്റെ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കൊണ്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.